വി സുജിത്ത്, ഇന്ന് ഒരു കൊട്ടിക്കലാശത്തിന് സമാനമായ പ്രചരണമാണ് കണ്ടത്. സൂപ്പർ സൺഡേ ആയിരുന്നു നിലമ്പൂരിനെ സംബന്ധിച്ച്. കനത്ത മഴയെങ്കിലും എങ്ങനെയായിരുന്നു ഇന്ന് പ്രചരണവും ഒപ്പം വിവിധ റോഡ് ഷോകളും പ്രസംഗങ്ങളും? പ്രിയങ്ക ഗാന്ധി, മുഖ്യമന്ത്രി യൂസഫ് പത്താൻ, എങ്ങനെയായിരുന്നു ഇന്ന് പ്രചരണവും ഒരു കൊട്ടിക്കലാശത്തിന് സമാനമായ രീതിയിലുള്ള പ്രസംഗങ്ങളും? ഡോക്ടർ കുമാർ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഇന്ന് കൊട്ടിക്കലാശത്തിന്റെ മാറ്റും മതിപ്പുമുള്ളൊരു ഞായറാഴ്ചയാണ് കടന്നുപോയത്. അത് 4 മുന്നണികളും അവരുടെ ആവേശം അതിന്റെ അങ്ങേ അറ്റത്തേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചു. UDF-നെ സംബന്ധിച്ച് പ്രിയങ്ക ഗാന്ധി അവർ നിലമ്പൂരിലിറക്കി. ഈ വന്യജീവി സംഘർഷം ചർച്ച ചെയ്യപ്പെടുന്ന വിധത്തിൽ കടുവാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഗഫൂറിന്റെ വീട്ടിൽ പോകുന്നു. അതിനുശേഷം മുത്തേടത്തും ചന്തക്കുന്നും വലിയ പ്രചാരണം, വലിയ റോഡ് ഷോകൾ സംഘടിപ്പിക്കുന്നു. സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്തിനെ പങ്കെടുപ്പിച്ചു കൂടെ നിർത്തിക്കൊണ്ട് ആര്യടൻ ഷൗക്കത്തിനു വേണ്ടി വോട്ട് ചോദിക്കുന്നു. കൂടെ മറ്റ് UDF-ന്റെ പ്രമുഖരായ നേതാക്കന്മാരെ മുഴുവൻ അണിനിരത്തുന്നു. LDF-നെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി ഇവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. മുഖ്യമന്ത്രി 3 പഞ്ചായത്തുകളിലാണ് ഇന്ന് പ്രചാരണം നടത്തിയത്. അവിടെയെല്ലാം UDF-നെ കടന്നാക്രമിക്കുകയും ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തെ കുറിച്ച് കൂടുതൽ ചർച്ചയാക്കത്തക്ക വിധത്തിൽ പരാമർശങ്ങളും വിമർശനങ്ങളും ഉന്നയിക്കുകയും ചെയ്തു. ഒപ്പം ഞെട്ടിക്കുന്ന ഒരു റാലി നടത്തിയത് PV അൻവറാണ്. എല്ലാവരും അപ്രസക്തമെന്ന് കരുതുകയും എല്ലാവരും ഇവിടെ പൂർണ്ണമായും ഒഴിവാക്കുന്ന രണ്ട് മുന്നണികളും അൻവറിനെ പൂർണ്ണമായും തടയാൻ ശ്രമിക്കുമ്പോൾ അൻവർ ഇവിടെ നിർണായകമായ ഘടകമായി മാറും എന്ന് ഉയർത്തിക്കാണിക്കുന്ന തരത്തിൽ വലിയ പ്രചാരണ കോലാഹലം ഉണ്ടാക്കുന്ന ഒരു റാലി അൻവർ നടത്തി. അത് നിലമ്പൂരിന്റെ തുടക്കം മുതൽ വടപുറത്തെ പാലം എന്ന് പറയുന്നത് നിലമ്പൂരിന്റെ ഇങ്ങേയറ്റത്തെ അതിർത്തിയാണ്. ആ വടപുറം പാലം മുതൽ വടപുറം മുതൽ വഴിക്കടവ് വരെ നീളുന്ന വലിയ റോഡ് ഷോ നടത്തുകയും യൂസഫ് പത്താനെ കൂടെ നിർത്തിക്കൊണ്ട് ആ റോഡ് ഷോയിൽ ആയിരക്കണക്കിന് വാഹനങ്ങൾ അണിനിരക്കുന്ന വലിയ റോഡ് ഷോ, റോഡിന്റെ ഇരുവശത്തും ആൾക്കാർ അൻവറിനെ കാത്തു നിൽക്കുന്നു. അതൊക്കെ വലിയ അഭിമാനത്തോടുകൂടി അൻവർ അവതരിപ്പിക്കുകയും ചെയ്തു. BJP-യെ സംബന്ധിച്ച്, NDA സംബന്ധിച്ച് അവരൊരു പ്രകടന പത്രിക, അവരുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഇന്ന് കളത്തിലുണ്ടായിരുന്നു. അധ്യക്ഷൻ മാത്രമല്ല, കുമ്മനം രാജശേഖരനും MT രമേശും PK കൃഷ്ണദാസും ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു. BJP-യുടെ ഒരു പ്രകടന പത്രിക ഇന്നിറക്കി. അപ്പോൾ ഒരു കൊട്ടിക്കലാശത്തിന്റെ മാറ്റും മതിപ്പുമുള്ള ഒരു ഞായറാഴ്ച ഇന്ന് കടന്നു പോവുകയാണ് പ്രചാരണത്തിൽ. താങ്ക് യു. വി എസ് സുജിത്താണ് വിവരങ്ങൾ നൽകിയത്.